ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മലബാർ കേരള. ഓക്കെ, ബ്രിട്ടീഷ് മലബാർ കേരളയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അതിന് മുന്നേ എന്നെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇഗ്നോസിയാണ്. സോ ഐ ആം എൻ അഡ്വക്കേറ്റ്, ഐ ആം എ ജോബ് ആസ്പിരൻ്റ് ബൈ പാഷൻ. ഒരുപാട് ജോബിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നൗ ഓൾസോ ലിസ്റ്റിൽ ഇങ്ങനെ പ്രോസസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം എ മോട്ടിവേറ്റർ, ഐ എം എ ക്രിയേറ്റർ ആൻഡ് എ ഹോം മേക്കർ ആൻഡ് എ ഡൂവർ ആൻഡ് എ റൈറ്റർ ആൻഡ് മച്ച് മോർ ടു ബി എക്സ്പ്ലോർഡ്. ഐ എം എൻ എക്സ്പ്ലോറർ, അതായത് ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഔട്ട്സൈഡ് വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. ആൻഡ് ഒരുപാട് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. ഐ എം എ ടോപ്പർ ഓഫ് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് മൈ അംബിഷൻ ഇസ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് ഫോർ ഓൾ. ആൻഡ് ഇഗ്നോസി എന്ന് പറയുന്ന ചാനൽ അതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് in the first session about Kerala history, ബ്രിട്ടീഷ് മലബാർ. സോ നമ്മുടെ ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് മലബാർ. ചിറക്കൽ, കോട്ടയം, വയനാട്, കുറുമനാട്, കാലിക്കറ്റ്, ഏറനാട്, വള്ളുവനാട്, പൊന്മണി, പാലക്കാട്. ഇത് ഇത്രയുമാണ് നമ്മുടെ ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിനുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇത്രയുമാണ് ബ്രിട്ടീഷ് മലബാറിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സെഷൻ. ഓക്കെ, സോ കേരള ഹിസ്റ്ററിയിലെ ആദ്യത്തെ പുതിയ മോഡൽ ക്ലാസ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം, ഇതേപോലത്തെ ക്ലാസ്സസ് ഇനിയും വരും. ഇതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ഇനി ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് the class. സോ നമ്മൾ ബാഹുബലി ദി ബിഗിനിങ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ബ്രിട്ടീഷ് മലബാറിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മുടെ മദ്രാസ് പ്രസിഡൻസിയിൽ മെയ് 21, 1800 മലബാർ മദ്രാസ് പ്രസിഡൻസിയിൽ പാർട്ടായത്. അപ്പോൾ തൊട്ടാണ് അത് ബ്രിട്ടീഷ് മലബാറായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. ആ സമയത്ത് പ്രിൻസിപ്പൽ കളക്ടർ അസിസ്റ്റഡ് ബൈ 9 സബോർഡിനേറ്റഡ് കളക്ടർ വാസ് പുട്ട് ഇൻ ചാർജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പ്രിൻസിപ്പൽ കളക്ടറും പിന്നെ 9 സബോർഡിനേറ്റ് കളക്ടേഴ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മേജർ മക്ലിയോഡ് ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പൽ കളക്ടർ ഓഫ് മലബാർ ആയിട്ട് ഒക്ടോബർ 1, 1801 ചാർജ് എടുത്തത്. അപ്പോൾ ആരാണ്? മേജർ മക്ലിയോഡ് ഇസ് ദി ഫസ്റ്റ് പ്രിൻസിപ്പൽ collector, അല്ലേ? First principal collector. The Malabar district thereafter made progress as distinct administrative unit of Madras presidency. It may be, however, clear that the progress of British Malabar was not so spectacular. അതായത് നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയ ട്രാവൻകൂറോ കൊച്ചിനോ പോലെ അത്രയും അടിപൊളിയായിട്ടുള്ള സംഭവമല്ല. നമ്മൾ ട്രാവൻകൂർ ഹിസ്റ്ററി ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനിയും ട്രാവൻകൂർ ഹിസ്റ്ററിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ബിഗിനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ജുഡീഷ്യൽ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ബ്രിട്ടീഷ് മലബാറിലെ ജുഡീഷ്യൽ ഓർഗനൈസേഷൻ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ സിസ്റ്റത്തിനെ നേരെയാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ ഈ 1793 മുതൽ ജോയിന്റ് കമ്മീഷണേഴ്സ് ആയിരുന്നു അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസിനുള്ള കോഡുകൾ പ്രൊമൾഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1793. ആൻഡ് ദി നോർത്തേൺ ആൻഡ് സദേൺ സൂപ്രണ്ടൻസ് വെയർ ഇൻവെസ്റ്റഡ് വിത്ത് civil and criminal jurisdiction in their respective divisions, and local darogas were set up in 7 selected centers of this districtile 7 selected ആയിട്ടുള്ള സ്ഥലത്ത് darogas എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ പോലത്തെ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ പോലെ ലോക്കൽ darogas was set up. അതുപോലെ തന്നെ 1802 ജുഡീഷ്യൽ ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് രണ്ട് സെപ്പറേറ്റ് ആയി. കോൺവാലിസ് കോഡ് പ്രകാരം 1802 എന്ത് സംഭവിച്ചു? ജുഡീഷ്യലും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ത് ചെയ്തു? മാറി. അതാണ് നമ്മളെ 1793 ജുഡീഷ്യൽ ജോയിന്റ് കമ്മീഷണേഴ്സ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. 1802 ജുഡീഷ്യലും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് സെപ്പറേറ്റ് ആയി. അങ്ങനെ ഒരു പ്രൊവിൻഷ്യൽ കോർട്ട് തെലശ്ശേരി ആൻഡ് ജില്ലാ കോർട്ട്സ് അറ്റ് തെലശ്ശേരി ആൻഡ് കാലിക്കറ്റ് ആൻഡ് സെവറൽ ചേഞ്ചസ് ഇൻ ദ ജുഡീഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് മലബാർ ടുക്ക് പ്ലേസ്. അതുമുതലാണ് ഡിസ്ട്രിക്റ്റിനെ പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജിഷിപ്പിലേക്ക് നോർത്ത് സൗത്ത് മലബാറിലേക്ക് മാറ്റിയത്. അപ്പോൾ തെലശ്ശേരി ഫോർ ദി നോർത്ത് മലബാർ ആൻഡ് കാലിക്കറ്റ് ഫോർ ദി സൗത്ത് മലബാർ. ആ രീതിയിൽ നമ്മൾ എന്താണ് നോക്കൂ, കാലിക്കറ്റ് ഫോർ ദി സൗത്ത് മലബാർ. ഓക്കെ, അപ്പോൾ കാലിക്കറ്റ് വാസ് ഫോർ ദി സൗത്ത് മലബാർ ആൻഡ് തെലശ്ശേരി വാസ് ഫോർ ദി നോർത്ത് മലബാർ. ആ രീതിയിൽ രണ്ടായിട്ട് നമ്മൾ ഇതിനെ തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം 1793 ജോയിന്റ് കമ്മീഷണേഴ്സ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിലും ക്രിമിനൽ ജസ്റ്റിസിന് വേണ്ടി കൊണ്ടുവന്നു. അതുപോലെ തന്നെ നോർത്തിലും സൗത്തിലും സൂപ്രണ്ട്സ് വെയർ ഇൻവെസ്റ്റഡ് വിത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ ജുറിസ്ഡിക്ഷൻ. അതിനുശേഷം 1802 ജുഡീഷ്യലും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് സെപ്പറേറ്റ് ചെയ്ത് കോൺവാലിസ് കോഡ് വന്നു. അതിനുശേഷം
Provincial court was established at Talasheri and Zilla courts at Talasheri and Calicut. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ഷിപ്പ് വന്നു നോർത്തിലും സൗത്ത് മലബാറിലും. നോർത്ത് മലബാർ ഫുൾ തലശ്ശേരിയുടെ കൺട്രോളിലും സൗത്ത് മലബാർ ജഡ്ഷിപ്പ് ഫുള്ള് കാലിക്കറ്റിന്റെ കൺട്രോളിലും വന്നു. ഇനി അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടീഷ് കമ്മ്യൂണിക്കേഷൻസ് ഇംപ്രൂവ് ആയത്. അതായത് നമുക്കറിയാം പഴശ്ശി റിവോൾട്ടിന് ശേഷമാണ് കൃത്യമായിട്ട്, അതായത് നമുക്കറിയാമല്ലോ അവിടെ ഗുറില്ല വാർഫെയർ ഒക്കെ നടന്നു, നമ്മുടെ ട്രൈബ്സ് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു ബോധം വന്നത് നമ്മളിവിടെ റോഡ് നല്ല രീതിയിലുള്ള നല്ല റോഡ് കൊണ്ടുവരണം, റോഡ് ബിൽഡിംഗ് ആക്ടിവിറ്റി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. റോഡ് ബിൽഡിംഗ് ആക്ടിവിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇന്റീരിയർ ഏരിയാസ് ഓഫ് ദി മലബാറും മിലിറ്ററി റോഡ് വഴി കണക്ട് ആയി തുടങ്ങി. അങ്ങനെ മദ്രാസിലെ സം കമ്പനീസ് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ 1810-നും 1830-നും ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ടാണ് ഒരുപാട് റോഡുകൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത്. അങ്ങനെയാണ് പെരിയാഗഡ് റോഡ്, അല്ലെ, പെരിയാഗഡ് അറിയാലോ, പെരിയാഗഡ് റോഡ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത്. പിന്നെ കണ്ണനൂർ ടു കൂർഗ് വരെയുള്ള റോഡ്, നമ്മളിപ്പം കൂർഗിൽ പോവുകയാണെങ്കിൽ ആ റൂട്ടിലായിരിക്കും പോകുന്നത്. കണ്ണനൂർ ടു കൂർഗ് റോഡും ഈ സമയത്ത് 1848 to 1851-ലാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഇതും ആ സമയത്തെ ഡിസ്ട്രിക്റ്റിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു വലിയ പ്രധാന ശൃംഖല തന്നെയായിരുന്നു. അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയാണ്. വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ലാന്റേഷൻ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. അത് വലിയ രീതിയിൽ നമ്മുടെ നോർത്ത് മലബാറിന്റെ റോഡ് ബിൽഡിങ്ങിന് വളരെ നല്ല രീതിയിൽ ഗുണകരമായി. ആ സമയത്താണ് 1861 മുതൽ 1907 വരെ റെയിൽവേ ലൈൻ വാസ് ലെയ്ഡ് ഫ്രം സദേൺ എൻഡ് ഓഫ് ദി ഡിസ്ട്രിക്ട് ടു ദി നോർത്ത്. അതായത് റെയിൽവേ ലൈന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി 1861 മുതൽ 1907 വരെ. അടുത്തത് എക്കണോമിക് പ്രോഗ്രസ്. മലബാർ ഡിസ്ട്രിക്ട് മെയ്ഡ് പ്രോഗ്രസ് ഇൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫീൽഡ്, രണ്ട് ഫീൽഡിലും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്പൈസ് പ്ലാന്റേഷൻ അഞ്ചരക്കണ്ണിയാണ്. 1797-ലാണ് ഈ ഒരു സ്പൈസ് പ്ലാന്റേഷൻ വരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുകയും അതിനെ പിന്നീട് മുഡ്രോജ് ബ്രൗൺ എന്ന് പറഞ്ഞ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് 1799-ല്. 1797-ൽ സ്റ്റാർട്ട് ചെയ്തു, ഹാൻഡ് ഓവർ ചെയ്തു ടു മുഡ്രോജ് ബ്രൗൺ അറ്റ് 1799. അതിൽ കോഫി, സിന്നമൺ, പെപ്പർ, നട്ട്മഗ് അതുപോലെ പല ക്രോപ്സും അവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെയാണ് ശരിക്കും ആദ്യമായിട്ട് കോഫി വയനാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ബ്രിട്ടീഷുകാരാണ് കോഫി വയനാട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒന്നാമത്തെ പോയിന്റ്. അങ്ങനെ ഈ പ്ലാന്റേഷൻ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ സിന്നമൺ ഇവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സിന്നമൺ പ്ലാന്റേഷൻ, സിന്നമൺ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന സിന്നമൺ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അഞ്ചരക്കണ്ടി സിന്നമൺ പ്ലാന്റേഷൻ ആണ്. സോ ദിസ് ഇസ് അബൌട്ട് ദി എക്കണോമിക് പ്രോഗ്രസ്. അടുത്ത ഒരു ഇത് പറയുകയാണെങ്കിൽ 19th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി വയനാട് ഏരിയ ഓഫ് മലബാറിൽ ടീ എസ്റ്റേറ്റ്സും വന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും ഇവിടെ വന്നു. ബേസൽ അവലാഞ്ചിക്കൽ മിഷൻ അവിടെ കുറച്ച് ഫാക്ടറീസ് കൊണ്ടുവന്നു. BEM എന്നറിയപ്പെടുന്ന ബേസൽ അവലാഞ്ചിക്കൽ മിഷൻസ്. അവിടെ ടൈൽ ഫാക്ടറിയും വീവിംഗ് മിൽസും ഇവർ കൊണ്ടുവന്നു, BEM കൊണ്ടുവന്നു, മലബാറിൽ കൊണ്ടുവന്നു. അങ്ങനെ ആദ്യത്തെ ടൈൽ ഫാക്ടറി പുടിയറ കല്ലു, കാലിക്കറ്റിലെ പുടിയറ കല്ലു എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യത്തെ ടൈൽ ഫാക്ടറി കൊണ്ടുവന്നു. 1874-ലാണ് നടന്നത്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് വീവിംഗ് മില്ല് കണ്ണനൂരും കാലിക്കറ്റും ഈ സെയിം മിഷൻ ബേസൽ അവലാഞ്ചിക്കൽ മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആണ്. 19th സെഞ്ചുറിയിൽ മലബാർ ഡിസ്ട്രിക്ട് ഏറ്റവും കൂടുതൽ ഫ്രീ എഡ്യൂക്കേഷനിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ റീസൺ എന്ന് പറയുന്നത് ബേസൽ അവലാഞ്ചിക്കൽ മിഷനറീസ് ആണ്. ഈ ബേസൽ അവലാഞ്ചിക്കൽ മിഷനറി ആണ് ഒരു പ്രൈമറി സ്കൂൾ, കാലിക്കറ്റിലെ കല്ലായിലെ ഒരു പ്രൈമറി സ്കൂൾ 1848-ൽ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അതൊരു മലബാർ ക്രിസ്ത്യൻ കോളേജായി മാറുകയും ചെയ്തത്. ഈ മിഷൻ തന്നെയാണ് തലശ്ശേരിയിൽ മാർച്ച് 1, 1857-ൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂള് നോർത്ത് മലബാറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ തലശ്ശേരിയിൽ നോർത്ത് മലബാറിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ വരികയാണ് മാർച്ച് 1, 1857. അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ വെക്കുന്ന വർഷത്തിലാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ ഫസ്റ്റ് എന്താ പറയാ റിവോൾട്ട് നടക്കുന്നത്, അല്ലെ, 1857 റിവോൾട്ട്, അങ്ങനെ പഠിച്ചു വയ്ക്കുക. സോ മാർച്ച് 1, 1857-ൽ ഇവിടെ ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ബൈ ബേസൽ അവലാഞ്ചിക്കൽ മിഷൻ. അതുപോലെ തന്നെ ഡോക്ടർ ഗുണ്ടട്ട്, the founder of Basel Mission in Malabar. മലബാറിലെ ബേസൽ മിഷന്റെ ഫൗണ്ടർ ആണ് ഡോക്ടർ ഗുണ്ടട്ട്. ഗുണ്ടട്ട് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ഗവൺമെന്റ് ഇൻസ്പെക്ടർ ഓഫ് സ്കൂൾ ആയിട്ട് മാറി. മലബാറിലും സൗത്ത് കനാരയിലും ഗവൺമെന്റ് ഇൻസ്പെക്ടർ ആയിട്ട് മാറി. അതേപോലെ തന്നെ തലശ്ശേരിയിലെ ബ്രണ്ണൻ സ്കൂൾ, തലശ്ശേരി ബ്രണ്ണൻ സ്കൂൾ എന്ന് പറയുന്നത് 1862-ൽ ബേസൽ മിഷന്റെ ഓസ്പീഷ്യസിൽ 12,000 rupees മിസ്റ്റർ ബ്രണ്ണൻ കൊടുത്ത് വെച്ചിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്. Master attended Talasheri, was later taken over by the government and development into Government Brennan College. But Talasheri Brennan School 1862 start ചെയ്തു with the help of Mr. Brennan. അത് പിന്നീട് ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്ത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ആയിട്ട് മാറി. അതുപോലെ തന്നെ മോഡേൺ വിക്ടോറിയ കോളേജ്
പാലക്കാട്. അത് 1867 ഒരു റേറ്റ് സ്കൂളായിട്ട് വരികയും പിന്നീട് സാമോറിയൻസ് കോളേജ് ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ സാമൂതിരികളുടെ മക്കളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു കോളേജ്, അതാണ് വിക്ടോറിയ കോളേജ് എന്ന് പറയുന്ന രീതിയിൽ മാറുകയും ചെയ്തു. അത് 1877 അങ്ങനെ നമ്മുടെ എന്താണ് പറയുക, പ്രിൻസസിന് വേണ്ടിയിട്ടുള്ള സാമൂതിരിയുടെ രാജപുത്രന്മാർക്ക് വേണ്ടിയിട്ടുള്ള കോളേജായിട്ട് മാറിയതാണ് വിക്ടോറിയ കോളേജ് പാലക്കാട്. ഇനി നമ്മൾ ബ്രിട്ടീഷ് മലബാറിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ പദ്ധതികൾ നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ഓഫ് കാലിക്കറ്റ്, തലശ്ശേരി, കനനൂർ, പാൽഘട്ട് ആൻഡ് ഫോർട്ട് കൊച്ചിൻ 1866 1867 മദ്രാസ് ടൗൺ ഇംപ്രൂവ്മെന്റ് ആക്ട് ഇൻ 1865 അതിന്റെ അണ്ടറിൽ കാലിക്കറ്റ്, തലശ്ശേരി, കനനൂർ, പാൽഘട്ട് ആൻഡ് ഫോർട്ട് കൊച്ചിൻ ഇത് ഇത്രയും എന്ത് ചെയ്തു, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് 1866 1867 ആണ്. ഓക്കെ, അത് നമ്മുടെ ഈ ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിന്റെ അനുസരിച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. The local bodies also provided social services to people by running education institutions and dispensaries. അപ്പം ലോക്കൽ ബോഡീസ് എന്ത് ചെയ്തു, ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്പെൻസറീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് മാപ്പിള റയോട്ട്സ്. മാപ്പിള റയോട്ട്സ് എന്താണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളത് നമുക്കിന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ മലബാർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ പഠിച്ച കണക്ക് അഡ്മിനിസ്ട്രേറ്റീവ്, എക്കണോമിക്, സോഷ്യൽ ഫീൽഡിലേക്ക് വളരെയധികം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാപ്പിള റയോട്ട്സ് ഉണ്ടാകുന്നത്. 22 റയോട്ട്സ് ആണ് മലബാറിലെ ഡിഫറെന്റ് പാർട്സിലായിട്ട് സംഭവിക്കുന്നത്. കലാപങ്ങൾ. അപ്പോൾ 22 കലാപങ്ങളാണ് സംഭവിക്കുന്നത്. പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏറനാടും വള്ളവനാടും താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. വർഷക്കാലം എന്ന് പറയുന്നത് 1836 മുതൽ 1856 വരെയാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അറിയപ്പെടുന്ന 1857 റിവോൾട്ടിനെ പോലെ അതിന് തൊട്ട് മുന്നേ ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിന്റെ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് ഈ മാപ്പിള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മാപ്പിളാസ് ഹിന്ദു ജന്മിമാരെ മർഡർ കൊല്ലുകയും ഹിന്ദു ടെമ്പിൾസിനെ ഡിസിക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഈ മാപ്പിള റബല്യനെ പറ്റിയും ഇത്ര ഇഷ്യൂസ് വരുന്നത്. സോ 22 റയോട്ട്സ് ആണ് നടന്നത്. ഏറനാട് വെള്ളവനാട് താലൂക്കിലാണ് മാപ്പിളാസ് അല്ലെങ്കിൽ മാപ്പിള എന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദു ജന്മീസിനെയും അവരുടെ ഹിന്ദു ടെമ്പിൾസിനെയും ഡിസിക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇതെന്താണ് ഇതിന്റെ വൈ ഇറ്റ് ഈസ് ഇങ്ങനെ ഒരു റെവല്യൂഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ആൾക്കാരെ കൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാപ്പിള ഔട്ട്ബ്രേക്കിനെ വലിയ രീതിയിൽ എന്ത് ചെയ്തു, ഈ ഇംഗ്ലീഷുകാർ ഇതിനെ ഒരു റിലീജിയസ് ഫെനാറ്റിസിസം ആക്കി മാറ്റി. റിലീജിയസ് ഫെനാറ്റിസിസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന പോലെ അതിനൊരു കമ്മ്യൂണൽ ആയിട്ട് അല്ലെങ്കിൽ റിലീജിയനെ കൂട്ടിക്കലർത്തി അതിനെ റിലീജിയൻ പരമായിട്ട് സംഭവിച്ചതാണ്. മുസ്ലിംസിനെ ഹിന്ദുസിനെ കണ്ടുകൂടാ എന്ന രീതിയിൽ ഇംഗ്ലീഷുകാർ അതിനെ ആക്കി. T.L. Strange എന്ന് പറഞ്ഞ ഒരു ജഡ്ജ് ഉണ്ട്. He was appointed on special duty to inquire into causes of the outbreak. Strongly held that ഒരു റിപ്രഷന്റെ പോളിസിയാണ് കൊണ്ടുവന്നത്. അതായത് ഒരു സ്പെഷ്യൽ പോലീസ് ഫോഴ്സ് ഇറക്കുക, എന്നിട്ട് ഇവരെ എല്ലാവരെയും അടിച്ചു ഒതുക്കുക എന്നാണ് T.L. Strange പറഞ്ഞത്. അതായത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഓർഡർ. നമ്മളിപ്പോൾ ഒരു റിവോൾട്ട് ഉണ്ടാവണമെങ്കിൽ, ഒരു റയോട്ട് അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാവണമെങ്കിൽ കലാപത്തിന്റെ കാരണം കണ്ടുപിടിച്ച് ആ കാരണത്തിനെ അല്ല അവർ സൊല്യൂഷൻ കാണുന്നത്, അത് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ട്. അത് ഇംഗ്ലീഷുകാരെ പണ്ടും അങ്ങനെയാണ്, കലാപത്തിനെ വേറെ രീതിയിലേക്ക് അവർ മാറ്റിയെടുക്കും. അത് പലതരത്തിൽ നടന്നിട്ടുണ്ട്, അതിപ്പോഴും നടക്കുന്നുമുണ്ട്. അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് അല്ലെ. സോ T.L. Strange എന്ന ജഡ്ജിയാണ് പറഞ്ഞത് നമുക്കൊരു സ്പെഷ്യൽ പോലീസ് ഫോഴ്സിനെ വെക്കാം, ഇവരെയൊക്കെ അടിച്ചു വരുത്താം എന്ന് പറഞ്ഞു. എന്നിട്ട് മാപ്പിള റയോട്ട്സ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ 1855 H.V. കനോലി മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. പുള്ളി വന്നിട്ട് ഹി വാസ് മർഡേർഡ് ബൈ 4 മാപ്പിള കൺവിക്ട്സ്. അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ കാലിക്കറ്റിൽ പുള്ളി വാസ് മർഡേർഡ് ബൈ 4 മാപ്പിള കൺവിക്ട്സ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാപ്പിള ഔട്ട്ബ്രേക്സ് വളരെ വലിയ രീതിയിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1881 മിസ്റ്റർ ലോഗൻ വാസ് അപ്പോയിന്റഡ് സ്പെഷ്യൽ കമ്മീഷണർ. അപ്പോൾ പുള്ളിയാണ് ഇതിനെ പറ്റി റിയൽ ആയിട്ടുള്ള എന്താണ് റീസൺ എന്ന് പുള്ളി എൻക്വയറി ചെയ്യാൻ തുടങ്ങി. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ലാൻഡ് ടെന്യൂറും ടെനന്റ് റൈറ്റ്സിനെയും ബേസ് ചെയ്താണ് പുള്ളി പഠിക്കാൻ പോയത്. അപ്പൊ എങ്ങനെയാണ് ഈ മാപ്പിള കമ്മ്യൂണിറ്റിയുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഗ്രീവൻസ്, അവർക്ക് എന്താണ് ആവശ്യം, അതാണ് നമ്മൾ റിഡ്രസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് ഇറങ്ങി തിരിച്ചു. അതാണ് മിസ്റ്റർ ലോഗൻ. ഓക്കെ, സോ പുള്ളി മാപ്പിള ഔട്ട്റേജിനെ പറ്റി പഠിച്ചു. അങ്ങനെ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോർട്സ് ഒക്കെ ബാക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ജന്മീസ് അതായത് ജന്മികൾ ഒരുപാട് പവർ അവരുടെ കയ്യിൽ വന്നു. അങ്ങനെ അവര് ഈ എന്താണ് പറയാ ജന്മികൾ അവർക്ക് വാടക തരാത്ത ആൾക്കാരെ വലിയ രീതിയിൽ അവരെ എന്ത് ചെയ്തു, എവിക്റ്റ് ചെയ്തു. അവരുടെ ലാൻഡിൽ നിന്ന് അവർക്ക് എവിക്റ്റ് ചെയ്തു, അടിച്ചു കളഞ്ഞു. അതാണ്. അപ്പൊ ഈ ഒരു മിസ്റ്റേക്കൺ റവന്യൂ പോളിസി ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റിനെയാണ് ഹിന്ദു ജന്മീനെ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ജന്മിമാരെ അവരെ അവരുടെ സോയിലിന്റെ അവകാശികളാക്കി മാറ്റിയത്. അങ്ങനെയാണ് മാപ്പിളകാർക്ക് അല്ലെങ്കിൽ അവർക്ക് ഭൂമി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തി. അപ്പം അങ്ങനെയാണ് ലോഗൻ കണ്ടെത്തിയ യഥാർത്ഥ കോസ് എന്തുകൊണ്ട് മാപ്പിള റെബലിൻ ഉണ്ടായി. അത് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായ ഒരു സംഭവമേ അല്ല. ഇത് എന്താണ്, ഒരു ടെനൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും കറക്റ്റായിട്ട് വാടക കൊടുക്കാത്ത ആൾക്കാരെ ഒരു ദാക്ഷിണ്യവും ദയവും ഇല്ലാത്ത രീതിയിൽ അവരെ വെളിയിലാക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഹിന്ദു ജന്മിമാർക്ക് അന്നുണ്ടായിരുന്നത്. സോ അതായിരുന്നു മാപ്പിള അൺറസ്റ്റിന്റെ കാര്യം എന്ന് ലഗാൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ലോഗൻസ് റെക്കമെൻഡേഷൻ വന്നത്. മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനൻസ് ഇംപ്രൂവ്മെന്റ് ആക്ട് 1 ഓഫ് 1900 പാസ് ചെയ്യുകയും അങ്ങനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല ടെനന്റിനെ എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കുകയും ചെയ്തത്. പക്ഷെ എന്നിരുന്നാൽ പോലും പിന്നീടും ഈ ആക്ട് ഈ നിയമം വന്നിട്ട് പോലും അവരൊരു ദയാദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിൽ വീണ്ടും അടിച്ചിറക്കാൻ തുടങ്ങി. പോവർട്ടി വന്നു, അഗ്രേറിയൻ ഗ്രീവൻസ് വന്നു, റിലീജിയസിനെ ഇവിടെ മിക്സ് ചെയ്ത് ഫുൾ പ്രോബ്ലം ആയി. അങ്ങനെയാണ് വയലന്റ് ആയിട്ടുള്ള ഔട്ട്ബ്രേക്സ് ഉണ്ടായത്. അപ്പോൾ പിന്നെ ഈ മാപ്പിള കമ്മ്യൂണിറ്റീസിന് ഭയങ്കരമായ ലിബറൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയും അവർക്ക് വളരെ വലിയ അവന്യൂസ് കൊടുക്കുകയും എംപ്ലോയ്മെന്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മാപ്പിള കമ്മ്യൂണിറ്റീസ് പയ്യെ അവർ ശാന്തമായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ക്യാൻ ക്രിയേറ്റ് എ ഹ്യൂജ് ഡിഫറൻസ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഗിനിങ് ഓഫ് നാഷണൽ മൂവ്മെന്റ് ആണ്. ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുന്നത് നാഷണൽ മൂവ്മെന്റിന്റെ വലിയൊരു ലീഡിംഗ് പാർട്ടി തന്നെയാണ് ചെയ്തത്, അല്ലെ? അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് ഫൗണ്ടർ ചെയ്തപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ മലബാറിൽ നിന്നും വളരെ വലിയ എന്താണ് അതിന്റെ പല രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു. 1897 സർ സി ശങ്കരൻ നായർ, ഡിസ്റ്റിംഗ്വിഷ്ഡ് സൺ ഓഫ് മലബാർ, അമരാവതി സെഷൻ ഓഫ് കോൺഗ്രസ് പ്രിസൈഡ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് കാലിക്കറ്റ് ആസ് ദി ഓസ്പീഷ്യസ് ഒക്കേഷൻസ് ഓഫ് കോൺഗ്രസ് ഇൻ 1904. 1904 കോൺഗ്രസിന്റെ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. അതിൽ സർ വിജയ രാഘവാചാര്യർ ആയിരുന്നു ചെയർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി മലബാറിൽ 1908 ഫോം ചെയ്തു. എല്ലാ ബ്രാഞ്ച് ഓഫ് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗും ഡോക്ടർ ആനി ബസന്റ് ആയിരുന്നു. ആനി ബസന്റ് 1916 കൊണ്ടുവന്നു. അതും നമ്മുടെ ഈ മലബാർ ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. KP കേശവ മേനോൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1916 തൊട്ട് തന്നെ പൊളിറ്റിക്കൽ കോൺഫറൻസ് മലബാറിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ മലബാറിലെ ആൾക്കാരുടെ ഗ്രീവൻസസ് ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള മൂവ്മെന്റ്സും മലബാറിൽ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോം റൂൾ മൂവ്മെന്റ് ആണ്. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു നല്ല നട്ടുള്ള ഒരു മനുഷ്യന്റെ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സീനാണ്. ഓക്കെ, നമ്മുടെ സിനിമയിലൊക്കെ നമ്മൾ മാസ് സീൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ മലബാറിന്റെ നാഷണൽ മൂവ്മെന്റ് വരുന്ന സമയത്ത് 1914 1918 നമ്മുടെ ഗ്രേറ്റ് വാർ നടക്കുന്നത്, അല്ലെ? അപ്പൊ ഈ വാറിന്റെ സമയത്ത് നമ്മുടെ ആൾക്കാർ അല്ലെ ബ്രിട്ടീഷുകാർ നമ്മളടുത്ത് എന്ത് ചെയ്തു, നമ്മുടെ സപ്പോർട്ട് ചോദിച്ചു, ഇന്ത്യൻസിന്റെ സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലിക്കറ്റ് ടൗൺ ഹാളിൽ ബ്രിട്ടീഷുകാർ ഗവൺമെന്റിന്റെ സപ്പോർട്ട്, പബ്ലിക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വെച്ചു 1916. അങ്ങനെ മീറ്റിംഗ് വെച്ചപ്പോൾ KP കേശവ മേനോൻ പറഞ്ഞു, KP കേശവ മേനോൻ he asked him like മലയാളത്തിൽ ഞാൻ സംസാരിക്കാം, എനിക്ക് അഡ്രസ് ചെയ്യണം, മീറ്റിംഗ് മലയാളത്തിൽ അഡ്രസ്സ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ കളക്ടർ ഐൻസ് said പറ്റില്ല. ഐൻസ് പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ധൈര്യത്തോടു കൂടി ഹാളിൽ നിന്നും വാക്കൗട്ട് നടത്തി, അതായത് ഇറങ്ങിപ്പോയി. ഓക്കെ, അതായത് എനിക്കത് വേണ്ട. ആ പുള്ളി ഇറങ്ങിയപ്പോൾ പുള്ളിയുടെ പിറകെ അവിടെയുള്ള എല്ലാ ഓഡിയൻസും ഇറങ്ങി. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് വാസ് വെരി സിംബോളിക്. ബിക്കോസ് അത് ആ സമയത്ത് നാഷണൽ മൂവ്മെന്റിന്റെ റൈസിംഗ് ടെമ്പോനെ വളരെ നല്ല രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ KP കേശവ മേനോൻ ഹാസ് അഗെയിൻ മെയ്ഡ് ഹിസ്റ്ററി ബൈ ദാറ്റ് വാക്കൗട്ട്. ഓക്കെ, സോ അത് വളരെ നല്ലൊരു മാസ് മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എൻഡ് ഓഫ് ദി വാർ അല്ലെ, വാറിന്റെ എൻഡിലാണ് മൊണ്ടാഗ്യൂ ക്ലംസ്ഫോർഡ് റിഫോംസ് വന്നത്. അതും വളരെ വലിയ രീതിയിൽ
കോൺട്രവേഴ്സി കൊണ്ടുവന്നു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ 5th മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് മഞ്ചേരിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1920 നടക്കുന്നത്. April 28, 1920 ഡോക്ടർ ആനി ബെസന്റ് പ്രസന്റിലാണ് നടക്കുന്നത്. അങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കിയെന്ന് വെച്ചാൽ ഈ റിഫോംസ്, മോണ്ടേഗു ക്ലംസ്ഫോർഡ് റിഫോംസ് നമുക്ക് ഒരു തരത്തിലും സാറ്റിസ്ഫാക്ടറി അല്ല, അത് വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മലബാർ റീജിയനിൽ അഗ്രേറിയൻ റിഫോംസിന്റെ ഏർലി ഇൻട്രൊഡക്ഷൻ വേണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ മോണ്ടേഗു ക്ലംസ്ഫോർഡ് റിഫോംസ് തള്ളി. ഓക്കെ, സോ 5th മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസിലാണ് ഒരു സംഭവം നടന്നത്. ഈ ഒരു കോൺഫറൻസിൽ എന്ന് പറഞ്ഞാൽ 1309 ഡെലിഗേറ്റ്സ് എല്ലാ ഡിസ്ട്രിക്ട്സിൽ നിന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയാണ് നമ്മുടെ സൂറത്ത് സ്പ്ലിറ്റ് പോലത്തെ ഒരു സ്പ്ലിറ്റ് ഇവിടെ നടന്നത്. മോഡറേറ്റും എക്സ്ട്രീമിറ്റ്സ് 2 എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങ് സ്പ്ലിറ്റ് ആയി. ഓക്കെ, അപ്പൊ ലാൻഡ് ലോഡ്സും റിച്ച് മെന്നും കോൺഗ്രസ് ഓർഗനൈസേഷൻ ലെഫ്റ്റ് ചെയ്തിട്ട് അവര് ലീഡർഷിപ്പ് എല്ലാം എക്സ്ട്രീമിസ്റ്റിന് കൊടുത്തിട്ട് പോയി. ഓക്കെ, അപ്പൊ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കർഷകരാണ്, നമ്മൾ വർക്കേഴ്സ് ആണ്, നമ്മൾ മിഡിൽ ക്ലാസ് ആണ്, നമുക്ക് അവകാശമാണ്, ലാൻഡ് നമ്മുടെ അവകാശമാണ്, ഇപ്പൊ തന്നെ നമുക്ക് അഗ്രേറിയൻ വേണം എന്ന് പറഞ്ഞ് അവർ നിന്നു. അപ്പോൾ മഞ്ചേരിനെ നമുക്ക് സൂററ്റ് ഇൻ റിവേഴ്സ് എന്ന് പറയാം. കാരണം സൂററ്റിലെ 1907 മോഡറേറ്റ്സ് ആണ് എന്ത് ചെയ്തത്? മോഡറേറ്റ്സ് നിൽക്കുകയും എക്സ്ട്രീമിസ്റ്റ് ലീവ് ചെയ്യുകയും ചെയ്തു. എക്സ്ട്രീമിസ്റ്റ് കോൺഗ്രസ് ലീവ് ചെയ്ത് പോയി, മോഡറേറ്റ്സ് നിന്നു. പക്ഷെ ഇവിടെ തിരിച്ചാണ്, എക്സ്ട്രീമിസ്റ്റ് ഇതിനകത്ത് തന്നെ ഉണ്ട്, മോഡറേറ്റ്സ് കളഞ്ഞിട്ട് പോയി. സോ ദാറ്റ് ഇസ് അബൌട്ട് ദി സൂററ്റ് ഇൻ റിവേഴ്സ്. മഞ്ചേരിനെ നമുക്ക് സൂററ്റ് ഇൻ റിവേഴ്സ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 5th മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോൺ കോപ്പറേഷൻ. 1920s നമ്മുടെ ഗാന്ധിജി ഇതിലേക്ക് ഇറങ്ങുകയാണ്, ഗാന്ധിജി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഗാന്ധിജി മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും എങ്ങനെയെങ്കിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുകയാണ്. കാരണം ഹിന്ദു എന്താ പറയുക, ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ നമ്മുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റിനെ ഹിന്ദു മൂവ്മെന്റ് എന്ന രീതിയിലേക്ക് അതിനെ താഴ്ത്തി കെട്ടാൻ നോക്കിയപ്പോൾ ഗാന്ധിജി ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഖിലാഫത്ത് മൂവ്മെന്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു, അതിനെ കൂടി നമ്മുടെ നാഷണൽ മൂവ്മെന്റിലേക്ക് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ടർക്കിഷ് എംപയറിന്റെ ഡിസ്റപ്ഷന് കാരണമായ സുൽത്താൻ ഓഫ് ടർക്കിനെ ഡിപ്രൈവ് ചെയ്ത് ഒരു ഖലീഫ എന്ന് പറഞ്ഞ സ്പിരിച്വൽ ഹെഡ്ഷിപ്പിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ അഗിറ്റേഷൻ വളരെ വലിയ രീതിയിൽ മുസ്ലിം പോപ്പുലേഷൻ ഓഫ് മലബാറിന് ഇമ്പാക്ട് ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് കൺട്രിയിലുള്ള എല്ലാ ആൾക്കാരും ഖിലാഫത്ത് വക ഓർഗനൈസ് ചെയ്യുകയും അത് കോൺഗ്രസിന്റെ അണ്ടറിൽ നമ്മൾ ഗാന്ധിജി 1990 മെർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്ത് അലിയും മലബാർ വിസിറ്റ് ചെയ്യും, അവിടെ ഖിലാഫത്ത് കമ്മിറ്റീസ് ഉണ്ടാക്കുകയും ഒരു നാഷണൽ മൂവ്മെന്റിന്റെ ടെമ്പോ ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്തു. 1921 ഏപ്രിൽ 1921 ആദ്യ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് മലബാറിൽ നിന്നും ട്രാവൻകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും വന്നു. ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. ടി പ്രകാശത്തിന്റെ അണ്ടറിലാണ് ഏപ്രിൽ 1921 ആദ്യ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് നടന്നത്. അപ്പൊ ആരൊക്കെയാണ്? ടി പ്രകാശത്തിന്റെ അണ്ടറിലാണ് നടന്നത്. മലബാർ, ട്രാവൻകൂർ, കൊച്ചിൻ ഇതിന്റെ ഡെലിഗേറ്റ്സ് എല്ലാം ഒറ്റപ്പാലത്ത് വെച്ച് മീറ്റ് ചെയ്തു. സെവറൽ ഓഫ് ദി പ്രൊമിനന്റ് കോൺഗ്രസ് ലീഡർ വാസ് ഓൾസോ മിസ് ഹാൻഡിൽ ബൈ. വലിയ രീതിയിലുള്ള അറ്റാക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നു, അതെല്ലാവരും അറ്റാക്ക് ചെയ്തു. 1921 ദി മലബാർ റെബല്യൻ. നമുക്കറിയാം ഏറനാടും വള്ളവനാടും താലൂക്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മലബാർ റയോട്ട് അല്ലെ, മലബാർ കലാപങ്ങൾ, മലബാർ റയോട്ട് നടന്ന സ്ഥലങ്ങളാണ്. അവിടെ വലിയ രീതിയിൽ പ്രശ്നം വരികയും അവിടെ 144 പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് പോലീസ് എന്ത് ചെയ്തു? മാപ്ലാസിന് അഗേൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിൽ എന്ത് ചെയ്തു? ദേ ലെറ്റ് ടു ലൂസ് റെയിൻ ഓഫ് ടെറർ. റെയിൻ ഓഫ് ടെറർ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്കെതിരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദി അറ്റംപ്റ്റഡ് അറസ്റ്റ് ഓഫ് വടക്കേ വീട്ടിൽ മുഹമ്മദ്, സെക്രട്ടറി ഓഫ് ലോക്കൽ ഖിലാഫത്ത് കമ്മിറ്റി ഓഫ് പൂക്കോട്ടൂരിലെ ലോക്കൽ ഖിലാഫത്ത് കമ്മിറ്റി ഏറനാട് താലൂക്കിലെ സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കി. ആൻഡ് അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. മാപ്പിളാസിന് ഏറനാട് വള്ളവനാട് താലൂക്കും പോലീസും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. മാപ്പിളാസ് പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തു, ഗവൺമെന്റ് ട്രഷറി ലൂട്ട് ചെയ്തു, ഗവൺമെന്റ് ഓഫീസസും ലൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ റെബല്യൻ വാസ് ലെഡ് ബൈ വരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയത്തങ്ങൾ ഓഫ് കുമാരൻ പന്തൂർ ആൻഡ് അലി മുസ്ലിയാർ. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു റെബല്യൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ റെബൽസ് അച്ചീവ് ദെയർ ലാർജ് മെഷർ ഓഫ് സക്സസ്. കാരണം മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ ഈ ഏരിയാസിലൊക്കെ അവർ വലിയ രീതിയിൽ സക്സസ് കൊണ്ടുവരികയും അവരെ ഓൺ ഗവൺമെന്റ് ആ പ്ലേസസിൽ കൊണ്ടുവന്നു. ആലോചിച്ച് നോക്കാം, 1921 ആൻഡ് ദി ഗവൺമെന്റ് ഓടി വന്ന് ബ്രിട്ടീഷും ഗൂർഖ ട്രൂപ്സിനെ ഒക്കെ ഓടിച്ചു വിട്ട് തിരിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ തോന്നി. അങ്ങനെ മാർഷൽ ലോ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഡിക്ലെയർ ചെയ്ത സമയത്താണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. അതായത്
90 മാപ്പിളാസിൽ 61 മാപ്പിളാസിനെ പ്രിസണേഴ്സ് ആയിട്ട് റെയിൽവേ ഗുഡ്സ് വാഗണിൽ കൊണ്ടുപോയി തിരൂർന്ന് കോയമ്പത്തൂർ വരെ. നവംബർ 20, 1921 ഇവരൊക്കെ പോടനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും മരിച്ചുപോയി. അപ്പൊ സുമിത് സർക്കാരാണ് ഈ ഒരു ഇൻസിഡന്റിനെ ബ്ലാക്ക് ഹോൾ ഓഫ് പോടനൂർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 1921 മലബാർ റിബല്യന്റെ ആക്ച്വലി അവരൊരു ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ അവിടെ അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ഇവരുടെ ഭയങ്കര രീതിയിലുള്ള ഒരു സ്ട്രോങ് ഹോൾഡ് മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ അവർ എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ട്രൂപ്പിനെയും ഗൂർഖ ട്രൂപ്പിനെയും ഇറക്കിയാണ് ഇവിടെ മാർഷൽ ലോ ഡിക്ലെയർ ചെയ്ത് ഇവരെ റിപ്രസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ മലബാർ റിബല്യന്റെ പിന്നെ സ്റ്റേജസിൽ വലിയ രീതിയിലുള്ള വയലന്റ് ആയിട്ടുള്ള അട്രോസിറ്റി ഉണ്ടാവുകയും അത് ഈ മാപ്പിളാസിനോടുള്ള ഒരു സിമ്പതി ഉണ്ടല്ലോ, ഇപ്പം ഭയങ്കര വയലന്റ് ആവുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നതെന്ന് നമുക്ക് തോന്നിപ്പം. ആ രീതിയിൽ ഇത് മാറിപ്പോയി. അങ്ങനെ ഇവർക്ക് അഗൈൻസ്റ്റ് ഉള്ള സിമ്പതിയും വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോലീസ് റിപ്രഷന് നടന്ന ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന ഒരു റിയാക്ഷൻ ആയിരുന്നു. അതിനെ പിന്നീട് എന്ത് ചെയ്തു, കമ്മ്യൂണൽ ഫ്ലെയർ അപ്പ് ആയി. അതായത് ഇവിടെ ഹിന്ദുസിന്റെ ഒരു സംഭവമേ വരുന്നില്ല, ഇവിടെ വന്നിരിക്കുന്നത് പോലീസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവരെല്ലാം മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. പക്ഷെ പിന്നീട് അത് ഹിന്ദുസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടാർഗറ്റ് അറ്റാക്ക് ആക്കി പിന്നീട് അത് മാറ്റിക്കളഞ്ഞു ബ്രിട്ടീഷുകാർ. There were even some cases of forcible conversion of looting of wealth and property of Hindus. അപ്പോൾ ഈ ഇത്രയും പ്രശ്നം നടക്കുവാണല്ലോ മലബാർ റെബല്യനിൽ. ആ സമയത്ത് ഈ മാപ്പിളാസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഹിന്ദുസിന്റെ പ്രോപ്പർട്ടി ലൂട്ട് ചെയ്യുകയും അവരുടെ വെൽത്ത് എടുക്കുകയും അവരുടെ ആധാരങ്ങളെടുത്ത് കത്തിക്കാക്കാൻ കേസുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് പിന്നീട് വലിയൊരു രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. ഇനി പറയുന്നത് മലബാർ റെബല്യൻ ഓഫ് 1921 പല രീതിയിലുള്ള പോയിന്റ് ഓഫ് വ്യൂസ് ആണ്. അതിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇതൊരു ജന്മി കുടിയാൻ കോൺഫ്ലിക്റ്റ് ആണ്. അത് പിന്നീട് എന്ത് ചെയ്തു, ടെനൻസ് ഹരാസ് ചെയ്തിട്ടാണ്. അത് ഹിന്ദു ജന്മീസ് എന്ത് ചെയ്തു, വളരെ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. വേറെ കുറെ ആൾക്കാർ പറയുന്നത് പോലീസ് at least had helped the police in ferreting out the rebel leaders and this provided the provocation to the Mapla tenants. അതായത് ഹിന്ദുവിന് അഗേൻസ്റ്റ് ജന്മീസിന് അഗേൻസ്റ്റ് ആയിട്ട് തിരിയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പോലീസ് ഇവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് ഹിന്ദു ജന്മീസ് ആൻഡ് അതുകൊണ്ടാണ് ഇവർ പിന്നീട് റിലീജിയസ് ഫനാറ്റിസിസം ആയി മാറിയതെന്നാണ് പറയുന്നത്. This would suggest that religious fanaticism was not the cause but the result of outbreak of 2021. അപ്പോൾ ഈ മലബാർ റെബല്യന്റെ കാരണം റിലീജിയസ് ഫനാറ്റിസിസം ഒന്നും അല്ല, പക്ഷേ അതിന്റെ റിസൾട്ട് റിലീജിയസ് ഫനാറ്റിസിസമായി മാറി എന്നുള്ളതാണ്. കോൺഗ്രസ് ലീഡേഴ്സായ MP നാരായണ മേനോൻ, KP കേശവ മേനോൻ, കേളപ്പൻ, മെയ്തു മൗലവി, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഇവരെല്ലാവരും ഈ വയലന്റ് ടേൺ ഓഫ് ഇവന്റ്സിനെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ എഫേർട്സ് ഒന്നും തന്നെ സക്സസ്ഫുൾ ആയില്ല. പിന്നീട് ഗവൺമെന്റ് എന്ത് ചെയ്തു, വലിയ രീതിയിൽ സപ്രസ് ചെയ്യാണ് ചെയ്തത്. റെബൽ ലീഡേഴ്സിനെ ക്യാപ്ചർ ചെയ്യുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ബാക്കിയുള്ള 100ഓളം ആൾക്കാരെ ഇംപ്രസൺ ചെയ്യുകയും ഡീപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് 10,000-ഓളം ആൾക്കാർ അവരുടെ ജീവിതം നശിച്ചു പോയി. അതുപോലെ തന്നെ റെബല്യൻ ഓഫ് 2021 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അതോറിറ്റിക്ക് അഗേൻസ്റ്റുള്ള നാഷണൽ അപ്ഹിവൽ എന്ന് തന്നെ പറയാം. അതൊരു മാപ്പിൾ ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് വാസ് നോട്ട് ബിക്കോസ് ഓഫ് അതൊരു ഹിന്ദുസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ല, ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് അതോറിറ്റി. അത് ബ്രിട്ടീഷ് അതോറിറ്റിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രോങ് ഹോൾഡ് ആയ സ്ഥലങ്ങളിൽ ഓൺ ഗവൺമെന്റ് വരെ ഈ മാപ്പിളാസ് അവർ സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് മീൻസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനത്തിനെ തകർക്കാനായിട്ട് റിലീജിയന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ ജേർണലിസം. 1923 KP കേശവ മേനോനും കോൺഗ്രസ് വർക്കേഴ്സും മാതൃഭൂമി സ്റ്റാർട്ട് ചെയ്തു കാലിക്കറ്റിൽ നിന്ന്. കോൺഗ്രസിന്റെ മെസ്സേജ് എല്ലാ ആൾക്കാരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അൽ അമീൻ എന്ന് പറയുന്നത് കാലിക്കറ്റിൽ ഒക്ടോബർ 1924 മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ അണ്ടറിൽ കൊണ്ടുവന്നു, നമ്മുടെ നാഷണലിസം മുസ്ലിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് മൂവ്മെന്റ് ഓഫ് ടെനൻസി റിഫോം വാസ് ഓൾസോ സ്റ്റാർട്ടഡ് ഇൻ മലബാർ ഡ്യൂറിംഗ് ദിസ് പീരീഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മന്നത്ത് കൃഷ്ണൻ നായർ, KP രാമൻ മേനോൻ, G ശങ്കരൻ നായർ ആൻഡ് അതേഴ്സ്. അങ്ങനെയാണ് ഇവര് കാരണമാണ് ഈ ഒരു മലബാർ ടെനൻസി ആക്ട് ഗവൺമെന്റ് പ്രകാരം പാസ്സാക്കിയത്. ലേറ്റർ 20s പൊളിറ്റിക്കൽ ആക്ടിവിറ്റി വാസ് റിന്യൂഡ് ഇൻ മലബാർ ആൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നീട് മൂവ്മെന്റ് ഓഫ് ബോയ്ക്കോട്ട് സർവീൻ കമ്മീഷൻ വളരെ രീതിയിൽ ഇവിടെയൊക്കെ ഭയങ്കര രീതിയിൽ ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ 4th ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് പയ്യന്നൂരിൽ വരികയും 1928 വരികയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരികയും ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു, പൂർണ്ണ സ്വരാജ്.
അപ്പോൾ പ്രസിഡൻഷ്യൽ അഡ്രസ് ഓഫ് നെഹ്റു പറഞ്ഞാണ് സോഷ്യലിസ്റ്റ് ഐഡിയോളജിയും അതുപോലെ തന്നെ ഫ്രഷ് സ്റ്റിമുലസ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി മലബാറിൽ കൊണ്ടുവന്നു. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മലബാർ റെവല്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഈ ഒരു നമ്മളെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാർ എപ്പോഴും ഇന്ത്യൻ നാഷണലിസത്തിനെ തകർത്തെഴുതാനേ നോക്കുകയുള്ളൂ. അവർക്ക് ഒരിക്കലും നമ്മുടെ പോലത്തെ ഇത്രയും വലിയൊരു രാഷ്ട്രത്തിനെ അവരുടെ കയ്യിലാക്കാൻ പറ്റാത്തതിന്റെ വിഷമം അവരുടെ റൈറ്റേഴ്സ് എപ്പോഴും അവരുടെ ബുക്സിൽ കാണും. അതൊരിക്കലും വിശ്വസിക്കരുത്. അവർ നമ്മളെ പല രീതിയിലും എന്ത് ചെയ്യും, അടിച്ചമർത്തും. നമ്മുടെ നാഷണലിസം അങ്ങനെയാണ്, നമ്മുടെ നാഷണലിസം എങ്ങനെയാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെയാണെന്നൊക്കെ പറയും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഇന്ത്യനെ പോലെ ഒരു രാഷ്ട്രം വേറെ ഒരിടത്തുമില്ല. നമ്മുടെ മൂവ്മെന്റിനെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് വേറെ എങ്ങുമില്ല. അതുകൊണ്ട് തന്നെ ബി വെരി വർത്തി ഓഫ് വാട്ട് ഇന്ത്യ ഈസ്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിലും ഇന്ത്യയിൽ യു ഷുഡ് ഹാവ് റൂട്ട്സ്. ബിക്കോസ് ഇന്ത്യ പോലൊരു കൺട്രിയിൽ ജനിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിച്ചത് ഇസ് വെരി ഗ്രേറ്റ് തിങ്. ബിക്കോസ് ഗാന്ധിജി പോലുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. സോ എനിവേ, നമ്മുടെ ബ്രിട്ടീഷ് മലബാറിൻ്റെ കുറച്ച് ഏരിയാസ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യനെ അല്ലെങ്കിൽ നമ്മുടെ നാഷണലിസത്തിനെ ഏതൊക്കെ രീതിയിൽ തരം താഴ്ത്താൻ ശ്രമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. ആൻഡ് വേറൊരു ബ്രിട്ടീഷ് മലബാറിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ നോട്ട്സ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിടും. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടർ ദെൻ ഇറ്റ്സ് മീ. ബൈ.